സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചോറിൻ്റെ കൂടെ കറികൾ ചേർത്താണ് കഴിക്കുക. ഇതാവുമ്പോൾ കറികളൊന്നും വേണ്ട, വെറുതെ ചോറ് മാത്രം കഴിക്കാം. നമ്മുടെ തക്കാളി മുട്ടച്ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ മടി പിടിക്കുന്ന ദിവസങ്ങളിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പിന്നെ മടി പിടിക്കുന്ന ദിവസങ്ങളല്ലാതെ തന്നെ നമ്മുടെ കയ്യിലിപ്പോൾ അധികം പച്ചക്കറികളോ മീനോ ഒന്നുമില്ല, കറിക്കുള്ള സാധനങ്ങളൊന്നുമില്ല, ഒരു തക്കാളി ഒരു സവാളയൊക്കെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നോൺ വെജിറ്റേറിയൻസിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിപ്പോൾ മുട്ട ചേർത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസിന്റെ റെസിപ്പി വേറെയാണ് കേട്ടോ, അത് പിന്നീട് ഒരു ദിവസം ചെയ്യാം. ടൊമാറ്റോ റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻസിനും കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഈ ഒരു റെസിപ്പിയുടെ കുറച്ച് പോർഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ തന്നെ ഉപയോഗിക്കാം. ചപ്പാത്തിക്ക് കറിയായിട്ടോ ചോറിന്റെ കറിയായിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു തക്കാളി മുട്ടച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയിലേക്കായിട്ട് ഈ വലിപ്പത്തിലുള്ള തക്കാളി ആണെങ്കിൽ 3 എടുക്കുക. ഇതിപ്പോൾ ഒരു തക്കാളി വലുതും ഒരു തക്കാളി ചെറുതുമാണ്, അതുകൊണ്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സവോളയാണ്. അപ്പോൾ ഇത്രയും വലിയ സവോള ആവശ്യമില്ല കേട്ടോ. 3 മുട്ടയ്ക്കാണെങ്കിൽ ഈ സവോളയുടെ ഒരു 1/4 ഭാഗം എടുത്താൽ മതി. ഇല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു സവോള മുഴുവനായിട്ട് എടുക്കുക. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചോറാണ്. ചോറ് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ്. അത് ഞാൻ ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ഈ സവോളയും തക്കാളിയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് കടിക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ചതച്ച് ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് കുക്കായി വരുമ്പോൾ ആ ഇടയ്ക്ക് കടിക്കുന്ന ആ ഒരു പ്രശ്നം വരുന്നില്ല. അതുകൊണ്ടാണ് പച്ചമുളക് കട്ട് ചെയ്താണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ സവാള കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ ചരിച്ച് കട്ട് ചെയ്യില്ലേ, ഇല്ലെങ്കിൽ ഇതിനെ നേരെ പകുതിയായിട്ട് മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ മട്ടയരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലിപ്പോൾ ഏത് അരി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത് ആ ചോറ് എടുക്കാം കേട്ടോ. ഇന്ന അരി തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ ബസ്മതി റൈസ് ആണെങ്കിൽ കുക്കിംഗ് ടൈം എളുപ്പമായിരിക്കും. അപ്പോൾ ബസ്മതി റൈസ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മളെടുത്തിരുന്ന സവോളയുടെ ഇത്രയും പോർഷൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിനി തക്കാളി മുറിച്ചെടുക്കാം. തക്കാളിയും വേഗം കുക്കായി കിട്ടാനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുകയാണ് നല്ലത്. ഇല്ലെങ്കിൽ കുക്കിംഗ് ടൈം കൂടുതൽ വരും. അതുകൊണ്ടാണ് നമ്മളെല്ലാം ചെറിയ പീസുകളാക്കുക എന്ന് പറയുന്നത്. തക്കാളി മുറിച്ച് വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ തക്കാളി കട്ട് ചെയ്ത് വെച്ചു. പച്ചമുളക് ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 3 പീസായിട്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തു. അപ്പോൾ നമുക്കിനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണയായിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ചേർക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ റോസ് സ്മെല്ലൊന്ന് മാറി വരണം, അതുവരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ പച്ചമുളകും ചേർക്കുക. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് ചേർക്കേണ്ട. നമ്മൾ മുളക് പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ എരിവുണ്ടാവും. അപ്പോൾ പച്ചമുളക് ഇടയ്ക്ക് കടിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ അതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീട്ടിൽ ചോറ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കുന്ന ആളുകളാണെങ്കിൽ ഉപ്പ് കുറച്ച് ചേർക്കുക. ഇതിൽ ഞങ്ങളിവിടെ ചോറ് വയ്ക്കുമ്പോൾ ഉപ്പ് ആഡ് ചെയ്യാറില്ല. അപ്പോൾ ആ ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക, അല്ലെങ്കിൽ ചോറിൻ്റെ ഉപ്പും കൂടി വരുമ്പോൾ ഉപ്പ് കൂടിപ്പോവും. ഈ സവോള ഇന്ന് നന്നായിട്ട് കളർ മാറി സോഫ്റ്റായി വരട്ടെ. ഒരുപാടങ്ങ് ബ്രൗൺ ഷെയ്ഡായി പോകണ്ട, ഒന്ന് പിങ്ക് കളറായിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളിയും വേപ്പിലയും ചേർക്കാം.
തക്കാളി ചേർത്തൊന്ന് ഇളക്കി തുടങ്ങിയിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളിയിലേക്കൊക്കെ ആ എരിവൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തന്നെ പൊടികൾ ചേർക്കുന്നത്. പിന്നെ തക്കാളി ഉള്ളതുകൊണ്ട് തന്നെ പൊടികൾ കരിഞ്ഞു പോവില്ല. ഇല്ലെങ്കിൽ നമ്മൾ തക്കാളി നന്നായിട്ട് കുക്കായി കഴിഞ്ഞിട്ട് പൊടികൾ ചേർക്കുകയാണെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ്, എരിവ് കുറവായിരിക്കും, കളറേ ഉണ്ടാവുള്ളൂ. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നെങ്കിൽ മതി, എരിവ് കറക്റ്റ് ആയിക്കോളും. ഇനി പൊടികളൊന്ന് കുക്കായി തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം. അപ്പോൾ പൊടികൾ ചേർത്തിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക. ഇതിൽ പിന്നെ മുട്ട 2 രീതിയിൽ ചേർക്കാം. മുട്ട നമുക്ക് സെപ്പറേറ്റ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ചേർക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന രീതിയിൽ തന്നെ ചെയ്യാം. പിന്നെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇതിപ്പോൾ ചപ്പാത്തിയുടെ കറിയായിട്ട് യൂസ് ചെയ്യാം. ഈ മുട്ട ചേർത്തിട്ട് നോൺ വെജിറ്റേറിയൻസിനും യൂസ് ചെയ്യാം, മുട്ട ചേർക്കാതെ വെജിറ്റേറിയൻസിനും യൂസ് ചെയ്യാം. ചപ്പാത്തിക്ക് കറിയായിട്ട് അല്ലെങ്കിൽ ചോറിന് കറിയായിട്ടും യൂസ് ചെയ്യാം. പിന്നെ ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ഇതല്ല കേട്ടോ, കറക്റ്റ് ഇതല്ല, കുറച്ച് വ്യത്യാസമുണ്ട് ടൊമാറ്റോ റൈസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് വേറൊരു ദിവസം ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഫ്രൈയുടെയും ടൊമാറ്റോ റോസ്റ്റിൻ്റെയൊക്കെ ഏകദേശം ഒരു ടേസ്റ്റാണ് ഇപ്പോൾ ഇതിന് വരിക. ടൊമാറ്റോ റോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റാണ് വരിക. അപ്പോൾ നമ്മൾ തക്കാളി ചെറുതായിട്ട് മുറിച്ചതുകൊണ്ട് തന്നെ വേഗം തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ടോ, തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നു കഴിഞ്ഞു. അപ്പോൾ പൊടികളുടെ ആ റോസ് സ്മെല്ല് മാറി വന്നിട്ടില്ല. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്താലേ മാറി വരുള്ളൂ. ഒന്നുകൂടി നമുക്ക് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ അധികം ടൈം എടുക്കില്ല കേട്ടോ, ഒരു 10-12 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അധികം സമയം എടുക്കുന്ന റെസിപ്പി അല്ല ഇതൊക്കെ. ചോറ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഓൾറെഡി ഉള്ളതായിരിക്കും. അപ്പോൾ തക്കാളിയും സവാളയൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ, വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി അല്ലേ. മുട്ടയും ഉണ്ടാവും. ഇപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ഇന്ന് കറികളൊന്നും ഉണ്ടാക്കാൻ സമയമില്ല, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അച്ചാറോ ഒരു റൈത്തയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കറികളൊന്നും ആവശ്യമില്ലാത്ത റെസിപ്പിയാണ്. കറി ഉണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കറി ഇല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണിത്. ഇപ്പോൾ നമ്മുടെ തക്കാളി ഇത്രയും ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഞാനിപ്പോൾ ഇത്രയും സമയം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ എണ്ണ ഒഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേജാണ് ഞാൻ പറഞ്ഞത്. മുട്ട ഇതുപോലെ ചേർക്കാം, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ മുട്ടയൊന്ന് മിക്സ് ചെയ്യാം. ഇത് 1 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇരിക്കട്ടെ. മുട്ടയൊന്ന് കുക്കായി തുടങ്ങിയിട്ട് നമ്മൾ ഇളക്കുകയാണെങ്കിൽ മുട്ട വല്ലാതെ അങ്ങ് മിക്സ് ആയി പോവില്ല. ഇതിപ്പോൾ നമ്മുടെ ഫ്രൈഡ് ഓണിയൻ എഗ് മസാലയുടെ ഏകദേശം ഒരു കളറൊക്കെയില്ലേ, പക്ഷെ നമ്മളിതിൽ ഗരം മസാല പൊടി ചേർക്കുന്നില്ല. ഇൻഗ്രീഡിയൻസിലൊക്കെ വ്യത്യാസമുണ്ട്, പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പലർക്കും മനസ്സിലാവുണ്ടാകും. നമ്മുടെ നേരത്തെയുള്ള വീഡിയോകൾ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഫ്രൈഡ് ഓണിയൻ എഗ് മസാല വളരെ നല്ലൊരു കറിയാണ് നമ്മുടെ ചപ്പാത്തിക്ക്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ മുട്ട കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുട്ടയുടെ പീസുകൾ ഇടയ്ക്കൊന്ന് കാണുന്നതാണ് ഭംഗിയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇടയ്ക്ക് മാത്രം ഇളക്കി കൊടുക്കുക. എന്തായാലും നമ്മൾ ചോറിട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിന് ശേഷം നമ്മളിനി ഉപ്പ് ചെക്ക് ചെയ്യണം. ഉപ്പും കൂടി ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ചോറ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചിട്ടോ, മുട്ട വല്ലാതെ അങ്ങ് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ഫ്ലെയിം കുറച്ചത്. ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ചോറ് ആഡ് ചെയ്യാം. അപ്പോൾ ഉപ്പ് കുറവാണ്, ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് എത്ര ചോറ് ആഡ് ചെയ്യണം എന്നുള്ളതനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ചോറ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ചോറ് എത്രയാണെന്നുള്ള അനുസരിച്ച് നമ്മൾ മുട്ടയും തക്കാളിയും ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതനുസരിച്ച് നമ്മൾ ചേർക്കുക. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ വേഗം തന്നെ ഡ്രൈ ആയിപ്പോകും.
അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 കപ്പ് ചോറാണ് ആഡ് ചെയ്യുന്നത് ഇതിലേക്ക്. അപ്പോൾ ചോറ് ചേർത്തിട്ടാണെങ്കിലും നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ചൂടായതുകൊണ്ട് എപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്താലും കുഴപ്പമില്ല, പിന്നെ ചോറിലേക്കൊക്കെ ഉപ്പ് നന്നായിട്ട് മിക്സ് ആയി വന്നോളൂല്ലോ. ഇനി ഒന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കുക. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഗാർണിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളർഫുള്ളാണ് റൈസ്, പിന്നെ നമ്മൾ ഒന്നും ചേർത്ത് ഗാർണിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതുണ്ടോ, വളരെ ഈസി ആയിട്ട് റെഡി ആയില്ലേ നമ്മുടെ തക്കാളി മുട്ടച്ചോറ്. നല്ല കളർഫുള്ളാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ ഡെയിലി അവർ ഒരേപോലെ തന്നെ ചോറും കറികളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു ചേഞ്ച് ആയിട്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി മുട്ടച്ചോറ് ഇതാ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ മുട്ടയൊക്കെ ഒരുപാട് അങ്ങ് കുഴഞ്ഞ് മിക്സ് ആയി പോയിട്ടില്ല. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇല്ലെങ്കിലും മുട്ട സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സ്ക്രാമ്പിൾ ചെയ്യുക, സെപ്പറേറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് മടി പിടിക്കുന്ന ദിവസങ്ങളിലൊക്കെ കറി ഉണ്ടാക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റിയ റെസിപ്പികളാണ് ഇതൊക്കെ. ഇപ്പോൾ 2 തക്കാളിയും 1 സവാളയും 2-3 മുട്ട ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചോറ് കഴിക്കാം, കറി ഉണ്ടാക്കണ്ട. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ജസ്റ്റ് കുറച്ച് അച്ചാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈന്തപ്പഴവും ഉണക്കമുന്തിരിയൊക്കെ ചേർത്തിട്ടുള്ള നാരങ്ങ ചെറുനാരങ്ങ അച്ചാർ. അപ്പോൾ ഈ ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ കറക്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം കൂടി കഴിക്കാം. വെറുതെ ചെറിയ ചൂടോടുകൂടി ഈ കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സ്, എങ്ങനെ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു തക്കാളിയും മുട്ടയും ചേർത്തിട്ടുള്ള ഈ ഒരു ചോറുണ്ടാക്കിയിട്ട് കഴിക്കുക. കഴിച്ചതിന് ശേഷം ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന റെസിപ്പികളുടെ ഫോട്ടോസ് ഒന്ന് വാട്സാപ്പ് ചെയ്ത് തരാം, നമുക്കത് എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മൾ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമ്മുടെ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ട്. ആ സബ്സ്ക്രൈബ് ബട്ടണും ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ വരും. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ വരില്ല കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ അപ്ലോഡ് ആയത് അറിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.